അപ്പൊ ഇവരുടെ ടാസ്ക് ഇവിടെ ആരംഭിക്കുകയാണ്. എന്താണെന്നറിയാലോ അല്ലേ? പുളി ഇഞ്ചിയാണ് ഉണ്ടാക്കേണ്ടത് അല്ലേ? ചേച്ചി റെഡി അല്ലേ? റെഡി. എവിടെ റെഡി? ഓക്കേ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒഴുക്കി അങ്കത്തട്ടിൽ ഒഴുക്കി എണ്ണ അങ്ങനെ ഒഴിച്ച സ്റ്റാൻഡ് പ്ലീസ്. കൂടാണല്ലേ? ഞാൻ ആദ്യമായിട്ട് ഇഞ്ചിക്കറി വെക്കണം ഉള്ള സത്യം പറയാം. ആണോ? ഞങ്ങൾ ഡെയിലി ഇഞ്ചിക്കറി ഉണ്ടാക്കും. ഞാൻ പിന്നെ എന്നും അതാണ് ഉണ്ടാക്കാറ്. ഇഞ്ചിക്കറി വെച്ച് ഞങ്ങൾ കഴിക്കാറുള്ളൂ അല്ലേ? കടുക് പൊട്ടും. കുഴപ്പമില്ല ചേച്ചി, പറയാൻ പറ്റില്ല. ചിലപ്പോ ആദ്യമായിട്ട് വെക്കണത് അങ്ങ് സക്സസ് ആവും. അല്ല, ഞാൻ തമാശ പറഞ്ഞില്ല. സത്യമായിട്ട് ഞാൻ ഇഞ്ചിക്കറി ആദ്യമായിട്ട് ഉണ്ടാക്കണേ. എന്റെ അമ്മ ഇത് ഷോ കാണുമ്പോഴത്തേക്കും അതിശയിക്കും. ടൈം പൊക്കോണ്ടിരിക്കുവാണ് സുഹൃത്തുക്കളെ. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുവാണ്. പിടിച്ചു നിർത്തി മണിക്കുട്ടിയെ. എല്ലാം കൂടെ ഒരുമിച്ച് പൊട്ടട്ടാണ്. അവസാനം എല്ലാം കൂടെ മതി മതി. തീരെയായിട്ട് കരിപ്പിക്കില്ലേ? എന്താ വഴി? എനിക്കൊരു പിന്നീട് കൊണ്ട് കഴിപ്പിക്കാനുള്ളതാണ്. ഒരുപാട് കൂട്ടണ്ട ചേച്ചി, ചിലപ്പോ കരിഞ്ഞു പോവും. അവിടെ എന്തായി ചേച്ചി? നമ്മളൊപ്പം എത്തിയിട്ടില്ല ഗൈസ്. നമ്മളെ മുമ്പിൽ കുറച്ചൊരു എണ്ണ ഒഴുകി. ഇതാരാ ശരിക്കും ഈ പുളിയിഞ്ചി വെക്കുന്ന ആരാ? ഞാൻ തന്നെ. ആണോ? എണ്ണ ചൂടായിരിക്കും. അതൊക്കെ ഒരുമിച്ച് കൂട്ടാൻ എനിക്ക് കൂട്ടിപ്പെട്ടതാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ടേസ്റ്റെങ്കിലും വേണ്ട ഇഞ്ചിയുടെ. ഇതെന്താ ഇത്? ഇത് ഇഞ്ചി. ഹലോ, എക്സ്ക്യൂസ് മീ. കഷ്ടപ്പെട്ടാണ് കോപ്പി അടിക്കാൻ പാടില്ല. കോപ്പി അടി പാടില്ല കേട്ടോ. ഞങ്ങള് പണ്ടേ കോപ്പി അടിക്കാറില്ല. പക്ഷെ കൂടെ ഉള്ള ആള് പണ്ടേ കോപ്പി അടിക്കാറുണ്ട്. കംപ്ലീറ്റ് എണ്ണ എടുത്ത് കോപ്പി അടിച്ച് വെച്ചേക്കണോ? കളർ വരെ കറക്റ്റ് ആയിട്ടാണ് വെച്ചത്. അല്ല അല്ല, അങ്ങനെയൊന്നും അല്ല. തുടങ്ങി കഴിഞ്ഞാൽ കോപ്പി അടിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കരുത്. ഓ, എന്റെ കോൺസെൻട്രേഷൻ തെറ്റണു. എന്തോ ഉപ്പാണോ? ഉള്ളി കോപ്പി അടിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനല്ലേ? പിന്നെ ചൂടായി ചേച്ചി. കറിവേപ്പിലാണോ ചേട്ടാ? അങ്ങോട്ട് പോയേ. ഇതിവിടെ അനുവദനീയമല്ല. അവർക്ക് പുക വരുന്നുണ്ടോ? ചേച്ചിയും പോകുന്നുണ്ട്. കറിവേപ്പില എപ്പോഴും പിച്ചിടണം. സുമി ഇവിടെ ഹോമം നടത്തുന്നുണ്ട്. മതി മതി മതി. അടുത്ത ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. 10 മിനിറ്റ് കഴിഞ്ഞാൽ കറികൾക്ക് തുല്യമാണ് ഇഞ്ചിക്കറി. ഇതാരാ ടേസ്റ്റ് ചെയ്യേണ്ടത്? ശരിക്കും പുളിയിഞ്ചി തിരുവോണത്തിന് സദ്യ ഉണ്ടാക്കുന്നതിന് മുന്നേ തലേ ദിവസം ഉത്രാട ദിവസം തന്നെ നമ്മള് ഇഞ്ചിക്കറി ഉണ്ടാക്കി വെക്കും. എന്നുവെച്ചാൽ ഇതൊന്ന് സെറ്റ് ആവണം. പിറ്റേന്ന് നമ്മൾ ഇലയിൽ വിളമ്പുമ്പം ആ ഇഞ്ചിക്കറി തൊടുമ്പോ സെറ്റ് ആവണമെങ്കിൽ ഒരു ദിവസം ഇരിക്കണം. ചേച്ചി ഇങ്ങോട്ട് വാ. ആദ്യം ഇവിടെ കാര്യം നടക്കട്ടെ. ഇവിടെ ഹോമമാണ് നടക്കുന്നത്. ഹോമം വേണം. സമയം തീരാറായി കേട്ടോ. 10 മിനിറ്റ് 10 മിനിറ്റ് പക്ഷെ തീരാറായി. ഈ 10 മിനിറ്റ് നടക്കൂല കേട്ടോ. ആണോ? കാര്യം ഇഞ്ചി മൂക്കണ്ടേ. വിചാരിക്കുന്ന കളിയല്ലത് ഇഞ്ചിയാണ്. ഇഞ്ചിക്കറി നമുക്ക് എന്താ ഇത്ര പുക വരണേ? ഇതൊരു പ്രത്യേക ബാർബിക്യൂ ഇഞ്ചിക്കറി. എടാ, അത് കഴിയുന്നുണ്ടോ? ശരി ശരി, ഇനി വേണം പുളി പുളി. എന്താ ഈ കാണണേ? ഇന്ന് വല്ല നടക്കോ പുളിയിഞ്ചി? കോൺസെൻട്രേഷൻ എന്റെ ഡ്യൂട്ടി ഇതാണ്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ തെറ്റിച്ച് നിങ്ങളെ തോൽപ്പിക്കണം. അതാണ് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും നിങ്ങൾ രണ്ടുപേര് ഉണ്ടോ ഇല്ലേ നമ്മൾ നോക്കണ്ട. ഇതെല്ലാം ഇട്ടോണം. 101 കറികൾക്ക് തുല്യമാണെന്ന് ചേച്ചി പറഞ്ഞിട്ടില്ലേ? കണ്ടാ പുളി ഇപ്പോഴാണ് പുളി ഇഞ്ചിയായത്. കുറച്ച് വെള്ളം ഒഴിച്ച വേഗം. ആദ്യമായിട്ട് വെക്കുന്നെന്ന് പറഞ്ഞ ആള് രക്ഷയില്ല. നല്ല മണം വരുന്നുണ്ട്. ഇത് കോപ്പി എനിക്ക് തോന്നല് വരുന്നുണ്ട് ചേച്ചി. അതിലൊഴിക്കാടാ. ഇളക്കി കരിയുന്നു. ഓ, കരിഞ്ഞല്ലേ. തീ കുറയ്ക്ക്. തീ കുറച്ചോ. ഇങ്ങോട്ടോ.
ആ മതി മതി മതി. എല്ലാരും ചോദിക്കുന്നു. പോരാ. ടൈം അവസാനിക്കാറായി. ഇല്ല പറ്റില്ല പറ്റില്ല. ഇത് ഉണ്ണിമധുരം അല്ല, പുളിയിഞ്ചിയാണ്. അതെ. പോരാ പോരാ പോരാ. നന്നായിരിക്കണോ? കുറേ വേണം, പഞ്ചസാര വേണ്ട, അത് കുറേ ഇടും. ശർക്കരയാണ് ഇല്ല. മുന്നോട് കിടക്കുന്ന ശർക്കര. എനിക്ക് തോന്നണേ നിങ്ങൾ രണ്ടുപേരും വിജയിക്കുന്ന തോന്നണ. ആണോ? ഒരേ പോലെ ഒരേ കളറാണോ വന്നിരിക്കുന്നത്? കളർ ഒരു ഒന്നാമത് ടേസ്റ്റ് അറിയില്ലല്ലോ. ഇതൊരുമാതിരി മറ്റേ അരവണ പോലെയായി. അരവണ പോലെ ആയടാ. ഇട്ടു ആദ്യം നമ്മള് ഇട്ടു. ഇതിട്ടില്ല ഈ സാധനം. അതിടാം. ഇതെന്താണ്? ഞാൻ ചോദിക്കണത് എന്താന്ന് വെച്ചിട്ട് ഇടുന്നതൊക്കെ. ചേട്ടാ പാലക്കാട് എവിടെയാ? പാലക്കാട് പട്ടാമ്പി. പട്ടാമ്പി. അടിപൊളി. ദൈവത്തിന്റെ സ്വന്തം നാട്. അത് കേരളമാണല്ലേ? ഹലോ എക്സ്ക്യൂസ് മീ, അത് ട്രിവാൻഡ്രം കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? അങ്ങനെയുണ്ട്. ഇത് രണ്ടിന്റെ ഇടയ്ക്ക് പെട്ടതാണ്, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ തിരുവനന്തപുരത്തല്ല നിൽക്കണേ, ഇവിടുന്ന് അടിയുള്ള വീട്ടിൽ. ആ അത് ശരിയാണ്. എന്തായി ചേച്ചി? ഞാൻ സെറ്റ് കഴിഞ്ഞു. ഞങ്ങളുടെ കഴിഞ്ഞു. അടിപൊളി. ഒഴിയിട്ടല്ലോ. ഒരു ശകല മതി മതി. നല്ല മണം വരുന്നുണ്ട്. സന്തോഷേട്ടാ, സന്തോഷേട്ടന്റെ വീട് എവിടെയാ? ഞാൻ തിരുവനന്തപുരം. തിരുവനന്തപുരം. എവിടാ? കൊടപ്പനക്കുന്ന്. ശരിക്കും? ഓ അയ്യടാ. ചേച്ചിയുടെയാ? ഞാൻ താമസിക്കുന്നത് പുഞ്ചക്കരി. ഓ പുഞ്ചക്കരി കേട്ടിട്ടുണ്ടോ? പുഞ്ചക്കരി ഷാപ്പ് ഫേമസ് ആ. നീ ഒരു ദിവസം വാ, ചേച്ചി അവിടെ പോയി കഴിച്ചിട്ടുണ്ടോ? ഫുഡ് കഴിക്കാൻ കൊണ്ടുപോവാ. ഒരു ദിവസം വായോ. ഞാൻ കഴിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. അതെയാ? ശരി. ചേച്ചി ഇവിടെ താമസിച്ചിട്ട് അവിടെ കഴിക്കാതിരിക്കോ ചേച്ചി ആരെങ്കിലും? എന്ത് നല്ല ഫുഡാ അല്ലേ ഇവിടെ? അതെ, അടിപൊളി ഫുഡാ. ശരിക്കും വീട്ടിൽ കുക്കിംഗ് ചെയ്യാറുണ്ടോ? ആണോ? എന്തൊക്കെ ചെയ്യും? ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാ ചേച്ചിയുടെ കൂടെ വെക്കുന്നതാണ്. ബാക്കി ചിക്കൻ വെക്കും, പിന്നെ വെജിറ്റബിൾസ് കറി എല്ലാം വെക്കും. മീൻകറി, എൻ്റെ മീൻകറി അത്ര പോരെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ മീൻകറി ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ചിക്കൻ വയ്ക്കും, മട്ടൻ വയ്ക്കും, ബീഫ് വയ്ക്കും. ചുരുക്കം പറഞ്ഞ് വീട്ടിലെ ജോലി മൊത്തം ചേട്ടനാണ് ചെയ്യണം. ചെയ്യണ്ടേ? എങ്ങനല്ലേ? ശരിക്കും പുരുഷന്മാർ ഇതൊക്കെ കണ്ട് പഠിക്കണം. വീട്ടിലെ എല്ലാ ജോലിയും ചേട്ടനാണ് ചെയ്യണം. പുരുഷന്മാരൊക്കെ ഇപ്പോഴത്തെ പുരുഷന്മാരെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ഇതാണ് ടെക്സ്ചർ. എന്താ ഇപ്പൊ ഉദ്ദേശിച്ച? പാചകം, അടുക്കള, ബെഡല്ല അടുക്കള. ആ ഷെയർ, ഷെയറിംഗ് ഇതെല്ലാവർക്കും ഷെയറിംഗ് ആൻഡ് കെയറിംഗ്. അതെ. ദേ ഞങ്ങളുടെ പുളിയിഞ്ചി റെഡി. ഹലോ. മുന്നേ റെഡി. ഹലോ എക്സ്ക്യൂസ്. നൈസ്. അല്ലേ ഇങ്ങനെയല്ല ഉണ്ടാവുക കാഴ്ചക്ക്. വിരോധനെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തരുമോ? ടേസ്റ്റ് കൂടി നോക്കൂ. ടേസ്റ്റ് ഞങ്ങൾ ഇത്ര മതിയല്ലേ കാഴ്ചക്ക്. ഇത് ശരിക്കും ഇപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇതൊരു ഈ കളറിലുണ്ടാവുക ശരിക്കും. ആ കളർ ഉണ്ടാവുക. ഒരു 3 മണിക്കൂറെങ്കിലും വേണോ അല്ലേ ചേച്ചി? കളറിലല്ല മോനെ കാര്യം. രണ്ടുപേരുടെയും കളർ ഒരേ. അപ്പൊ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഉണ്ടായി കഴിഞ്ഞു. റെഡിയോ? റെഡിയായി? ഞങ്ങൾ എപ്പോഴേ റെഡി. ഓ അടിപൊളി. റിസൾട്ട് അറിയണ്ടടാ കുട്ട? ഉറപ്പായിട്ടും ഫസ്റ്റും സെക്കൻഡും നമുക്ക് തന്നെ ആയിരിക്കും. ഓ അവിടെ തീരുമാനിച്ചു കഴിഞ്ഞു. തൊട്ട് മുമ്പ് ഒരു ആത്മവിശ്വാസം വളരെ നല്ലതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് റിസൾട്ട് പറയാൻ വരുന്ന ആൾ ആരാണെന്ന് അറിഞ്ഞാ നിങ്ങൾ ഞെട്ടും. കേരളത്തിലെ അത്രയും ഇത്ര റിയാക്ഷൻ എന്തിനാ? കേരളത്തിലെ ഏറ്റവും വലിയ വിധികർത്താവിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിന്ന് വിറയ്ക്കും. പുള്ളി ഇത് കഴിച്ചു നിന്നാ വിറയ്ക്കും. പുള്ളി അത് കറക്റ്റ്. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി പ്രിൻസിപ്പൽ മഹേഷ് സാറ്. മതി, ഞാൻ എത്തി. സാർ എന്നെ പറഞ്ഞ് പേടിപ്പിച്ച് അവരെല്ലാം ഒരു വഴിയാധാരമാക്കും. എൻ്റെ നാൻസി, ഭാഗ്യത്തിന് ഞാൻ സമയത്തിന് എത്തിയില്ലെങ്കിൽ എനിക്കൊരു വല്ലാത്തൊരു പിക്ചർ ആയി പോയനെ. താങ്ക് യു. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി കേരളത്തിലെ ആദ്യത്തെ K2-ൻ്റെ കീഴിലുള്ള കോളേജാണ്. 4 വർഷത്തെ BHMCT എന്ന പ്രോഗ്രാം ആണ് ഓഫർ ചെയ്യുന്നത്. ഏകദേശം 1000-ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, വളരെ സന്തോഷം എനിക്ക് നിങ്ങളുടെ കൂടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ.
നിങ്ങളെ വിധികർത്താവാൻ സാധിച്ചാൽ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഞങ്ങളുടെയും തീർച്ചയായിട്ടും സന്തോഷം. ഇന്ന് ഉത്രാടം തിരുനാളാണ്. നമുക്ക് ശരിക്കും വിണ്ണിലെ താരങ്ങൾ നിങ്ങളെ കാണുമ്പോൾ ലജ്ജിക്കുകയായിരിക്കും ഇന്ന്. അത്രയ്ക്ക് സുന്ദരന്മാരും സുന്ദരികളുമാണ്. നിങ്ങളുടെ കുക്കിങ്ങിലും നിങ്ങളുടെ കുക്കിങ്ങും അതേ ഗംഭീരത്തോടെ ആയിരിക്കുമെന്ന് തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ അവർ ലജ്ജിക്കും. ഓക്കെ, വളരെ സന്തോഷം. ഇന്ന് നമ്മുടെ ഐറ്റം ഇഞ്ചിപ്പുളി അല്ലേ, അല്ലെങ്കിൽ പുളി ഇഞ്ചി, നമുക്ക് രണ്ടുപേരും പറയാം. വളരെ സന്തോഷം. ഈ പുളി ഇഞ്ചിയുടെ പ്രത്യേകത അറിയാമോ? പുളി ഇഞ്ചി എന്ന് പറയുമ്പോൾ പുളിയും ഇഞ്ചിയും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഇഞ്ചി കുറച്ച് കൂടുതലായിരിക്കും, പുളി കുറച്ച് കുറവായിരിക്കും. ഇത് രണ്ടിൻ്റെയും ബ്ലെൻഡ് ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് കൂടിയാലും നമുക്ക് പുളിയിഞ്ചിയുടെ പൂർണ്ണമായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഒരു പ്രത്യേകത, ഈ പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ച് നമുക്ക് ഒരു 6 മണിക്കൂറോ അല്ലെങ്കിൽ 12 മണിക്കൂറോ ഒരു ദിവസം കഴിഞ്ഞ് കിട്ടുമ്പോഴാണ് ഏറ്റവും നല്ല. നമ്മൾ കുക്ക് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് ആ ഒരു റിയൽ ടേസ്റ്റ് കുറവില്ല. ഇതിനെയാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയുന്നത് അല്ലേ? സമാധാനമായി. എന്നാ സാർ ഫസ്റ്റ് നമുക്ക് ഇവരുടെ ഇഞ്ചിപ്പുളി എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സാർ അഭിപ്രായം പറയാം. എന്തായാലും സാർ ഇത് കഴിച്ചിട്ട് എന്താ ഒരു ലക്ഷണക്കേട് പോലെ ഇത്രയും സ്നേഹം കാണിക്കുമ്പോഴേ എന്തോ ഒരു വശപ്പശ സോപ്പിടലാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പ്രാർത്ഥനയോടെ കഴിക്കും സാർ. സാറിന്റെ രക്ഷ നോക്കിയിട്ടില്ല. സേഫ്റ്റി. അരെ വാ, സ്വന്തമായിട്ട് ട്രോളുന്നു ഇങ്ങനെയൊക്കെ. ഗുഡ് ടേസ്റ്റ്. താങ്ക് യു സർ. ഞങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് ബെസ്റ്റ്, ഓൾവേസ് ഗുഡ്. കുറച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഇതെന്തായാലും നമുക്ക് കൊണ്ടുപോവാം. അല്ല, വീട്ടിൽ കൊണ്ടുപോയാൽ അമ്മ ഇതിനെ കറക്റ്റ് ചെയ്ത് തരും. എനിവേ ഗുഡ്, നല്ല ടേസ്റ്റ്. വേറെ പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. ഒരിക്കലും നോ ബാഡ് എന്ന് ഞാൻ പറയില്ല. തൃപ്തിയായിട്ട് തന്നെ കഴിക്കും. ഗുഡ് ജോബ്. ഓക്കെ, എന്നാലും ആ പറഞ്ഞ പോയിന്റ് മറക്കണ്ട. വീട്ടിൽ കൊണ്ടുപോയ ഇനിയിപ്പോ അവരുടെ മോശമാവാൻ പ്രാർത്ഥിക്കാന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇവര് മിക്കവാറും എനിക്ക് അടി തരും കേട്ടോ. ആണോ? അങ്ങനെയൊന്നുമില്ല സാർ. അടുത്ത ഇവരുടെ നമുക്ക് ഇഞ്ചിപ്പുളി ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സാർ ഇത്രയും വർഷമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാക്കി ഇഞ്ചിക്കറി. വേറെ അച്ചാറൊക്കെ ഉണ്ടാക്കും, പക്ഷെ ഇഞ്ചിക്കറി എപ്പോഴും അമ്മ ഉണ്ടാക്കാറ്. ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്. ഈ കള്ളന്മാരെ പോലീസ് ഞാൻ ആ മോട്ടിച്ചിട്ടയിൽ ആദ്യമായിട്ട് അറിയാതെ പറ്റിപ്പോയ ഒരു അബദ്ധമാണ്. ക്ഷമിക്കണേ അല്ലെങ്കിൽ സത്യസന്ധമായി പറഞ്ഞത്, ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടില്ല ഇത്രയും വർഷമായിട്ട്. ആണോ? കഴിച്ചിട്ടുണ്ട്. അത് അമ്മ ഉണ്ടാക്കിയാലേ കൊള്ളാവൂന്ന് വെച്ചിട്ടേ നമ്മൾ അങ്ങോട്ട് കടക്കില്ല. അമ്മയാണ് ഉണ്ടാക്കാറ്. ഇത് തന്നെ ആയിരിക്കും താങ്കളുടെ മക്കളും പറയുന്നത്. എന്റെ അമ്മ ഉണ്ടാക്കുന്ന എനിക്ക് ഇഷ്ടമാണ് അല്ലേ? പ്രസന്റേഷന്റെ കാര്യം സാർ പറഞ്ഞു. അതെ, ഇവിടെ നിന്ന് പറയുന്നുണ്ട് സെന്റിമെന്റ്സ് ഒന്നും അടിക്കണ്ടെന്ന്. ഞാനല്ല സുമി. എന്റെ ഒരു അവസ്ഥയെ എനിക്ക് ആരും തരുന്നില്ല. ഞങ്ങളുടെ സേഫ്റ്റി സൈഡ് ഇതാണ് ബെറ്റർ. മനസ്സിലായോ? അതല്ല, എടുത്തിട്ട് എക്സ്പ്രഷൻ ഇടാൻ പോയപ്പോ നിങ്ങൾ നോക്കുന്നു, അതുകൊണ്ട് പേടിച്ചിട്ടാ. കൊള്ളാം, ബെറ്റർ ടേസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഇതിന്റെ ശരിക്കും ഒന്ന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നാളെ നോക്കാം. അതല്ലെങ്കിൽ ഒരു മധുരവും പുളിയും ഈ രസങ്ങളെല്ലാം തന്നെ നമുക്ക് ശരിക്കും ബ്ലെൻഡ് ആവണമെങ്കിൽ അതിൻ്റെ ഒരു ടൈം എടുക്കും. അപ്പോ റിസൾട്ട് നാളെ ആയിരിക്കും. ഇല്ല, അത് പറ്റില്ലല്ലോ. ഇപ്പോൾ ഉള്ള പ്രൊഡക്ഷൻ വെച്ചിട്ട് നമുക്ക് ആ പൊടിയുടെ ഒരു റിസൾട്ട് കൊടുക്കാം. എനിവേ, രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തേക്കുന്നത്. രണ്ടുപേരും ഫസ്റ്റ് ടൈമാണിത്. അതാണ് ഏറ്റവും ആവശ്യം. ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്ത് പോലും ഇത്രയും ബെറ്റർ ആക്കാൻ പറ്റുമെങ്കിൽ ഇനി വരും കാലങ്ങളിൽ നിങ്ങൾ നല്ല ഷെഫുകളായി തന്നെ. അതെ അതെ അതെ, തീർച്ചയായും. എനിക്കിഷ്ടമാണ് ഓരോന്നിങ്ങനെ നമുക്ക് ഒരു പുതിയ പുതിയ ഐറ്റം ഉണ്ടാക്കുക എന്നുള്ളത് ഇഷ്ടമാണ്. ഗുഡ് ജോബ്. എന്തായാലും സൂപ്പർ, രണ്ടും കൊള്ളാം. അടിപൊളി. അപ്പൊ സാറ് രണ്ടുപേർക്ക് നല്ല അഭിപ്രായം പറഞ്ഞിരിക്കണം. സാർ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാവോ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്.
കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും സുമി വിശ്വാസായില്ല. ഇപ്പോഴും ആലോചിക്കുവാ ഞാൻ. നമ്മൾ വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോ വിന്നേഴ്സ് ആയ ടീമിന് മിൽമ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് സാർ അങ്ങോട്ട് കൈമാറാൻ പോകുന്നത്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് സാർ. വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ സന്തോഷം. എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിൽ തീർച്ചയായും വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കും താങ്ക് യു. താങ്ക് യു. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ ചുണ്ടിൽ തേഞ്ഞുളിയോ ചൊറിച്ചിലോ തേഞ്ഞുളിയോ ചൊറിച്ചിലോ അയ്യോ മതിച്ചേട്ടാ മധു ഇത് രാവു കളി മനസ്സിലെ മുഖം കളി കയ്യില് ചൊറിക്കൊണ്ടിരിക്കാതെ തരാം തരാം. ഇത് തന്റെ അവസാനത്തെ തരില്ല. എന്തെങ്കിലും പറഞ്ഞോ? ഈ പാലെന്ന് പറയരുത്. ഈ പാലില്ലേ ചേട്ടനെ ചൊറിയാതിരിക്കാനുള്ള എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. ചേട്ടനി പാലം കൂടെ കുടിച്ചാട്ടെ. ആദ്യം പ്രഭ കുടിക്ക്. ചേട്ടനി പാലം കൂടെ കുടിച്ചേ. ഞാനിത് നിന്റെ പങ്ക്. അയ്യടാ തന്റെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെ നോക്കണം. പിന്നെ എന്റെ പങ്ക് കുടിക്കാൻ വേറെ ആരും കൂടി. ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്ന സാധനം വെണ്ണക്കെട്ടി പോലേക്ക് ഞാൻ എങ്ങനെ ചെയ്യും? വെണ്ണക്കെട്ടെങ്കി വെണ്ണക്കെട്ടി നീ ഇങ്ങോട്ട് വന്ന് ദേഹത്തോട്ടാണല്ലോ ഞാൻ ആകെ ചൊറിഞ്ഞിക്കോ വലിച്ച് കീറിഞ്ഞേ. പിന്നെ ദേഹത്തോടെ പിന്നെ എങ്ങനെയാണ് ഫസ്റ്റ് നൈറ്റ് പോണേ? ലാസ്റ്റ് നൈറ്റോ? ഇത് തന്റെ ലാസ്റ്റ് നൈറ്റ് ആണ്. അന്ന് ലാസ്റ്റ് നൈറ്റ് എന്താണെന്നോ, കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തന്നെ താൻ എന്റെ ഗോൾഡ് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് റോൾഡ് ഗോൾഡ് ആക്കി ഞാനിപ്പോ ചൊറിഞ്ഞു മരിക്കാം. അയ്യോ. ജീവിതകാലം മുഴുവൻ ഈ ചൊറിച്ചിന് സഹിച്ച് ഞാൻ ജീവിക്കണോ? അതിന് വേറെ ആളെ നോക്കണം. ലാസ്റ്റ് നൈറ്റ് ആണെന്ന് പറഞ്ഞ എന്താണെന്നറിയോ? താനിപ്പോ ഇങ്ങനെ കൊടകൊടാന്ന് പാല് പിടിച്ചില്ലേ, അതിനകത്ത് ഞാൻ നായ്ക്കറപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ജീവിതകാലം മുഴുവൻ എന്താ ചൊറിഞ്ഞോണ്ടിരുന്നോ? പോണോ? ഉത്സവ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കുക്കിംഗ് ടാസ്ക് കഴിഞ്ഞു. പിന്നെ എന്താ? റീല് കഴിഞ്ഞു. ഓക്കെ, ഗെയിം. ഇനി ഗെയിമിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ ചതയം ദിനത്തിലായിരിക്കും. അപ്പോ നമുക്ക് പ്രേക്ഷകർക്ക് ഒരു ആശംസ പറഞ്ഞാലോ? ഉറപ്പായിട്ടും എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും ഞങ്ങളുടെ